നെല്ലുവിള ലഭിച്ചില്ല, കർഷകരുടെ പ്രതിഷേധം. വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിച്ചു. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിൻ്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിലെ കർഷകർ വേദനാജനകമായ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. ഇരു പാടശേഖരങ്ങളുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്ത എന്നാൽ വിഷം തെളിച്ച് നശിപ്പിച്ചത്. ലോണെടുത്തും പണ്ടം പണയം വെച്ചുമിറക്കിയ മുണ്ടകൻ കൃഷിയുടെ നെല്ല് സംഭരണം കഴിഞ്ഞ മാസങ്ങളെ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പട്ടാമ്പി നെല്ല് ഗവേഷണത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികൾ നശിപ്പിച്ചത്. നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി തരിച്ചിടാതെ കൃഷി ഇറക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും അധികാരികൾ കൈക്കൊള്ളുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്നു. നെല്ല് സംഭരിച്ചിട്ടും പണം ലഭിക്കാത്തതിനാൽ വിരിപ്പ് കൃഷി ഉപേക്ഷിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷിയും വേണ്ടെന്ന് വയ്ക്കാനാണ് തീരുമാനമെന്ന് കർഷകരായ രമേശ്, മണികണ്ഠൻ, സതീഷ് കുമാർ, നസീർ, അപ്പ, കുട്ടൻ എന്നിവർ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി കർഷകരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. 20 ഏക്കറിൽ ഉള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണ് അവസ്ഥ വെച്ചാൽ കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ കൊണ്ടുപോയ നെല്ലിൻ്റെ പൈസ ഇനി ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ടാവും. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നാണ് കിട്ടുക എന്നുള്ളതിന് ഒരു ഉറപ്പ്. ഇതിപ്പോൾ എനിക്ക് 22 ദിവസമായി. അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മളിത് ഞാറ് നശിപ്പിച്ച് കളയാണ്. അതൊരു കർഷകൻ്റെ ഗതികേട് കൊണ്ട് ചെയ്യണതാണ്. കാരണം കർഷകൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മനസ്സോടെ ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ്. കാരണം ഇനി കൃഷി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെല്ലിൻ്റെ പൈസ കിട്ടാതെ ഒന്നും നടക്കില്ല എന്നൊരു അവസ്ഥയിലാണ് കർഷകൻ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ കൃഷി എന്ന് പറഞ്ഞ പരിപാടി നിർത്തുക നല്ലത്. ഇപ്പം തന്നെ ബാങ്കിലൊക്കെ മര്യാദ ലോണും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. KCC ലോണൊക്കെ ഉണ്ട്. ഇതിനൊരു ബാധ്യത കുറേ വരുത്തി വെച്ചിട്ട് കാറ്റുന്നതിലേക്ക് പോകണം.